UDF സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി 1,58,705 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. 53,959 വോട്ടുകളുടെ ലീഡ് 43,959 ഭദ്രമായ ഒരു ലീഡാണ്. മലപ്പുറം മണ്ഡലത്തിൽ വോട്ടെണ്ണൽ വേദിക്ക് പുറത്ത് UDF പ്രവർത്തകർ ലീഗിന്റെ പച്ചക്കൊടികളും ഏന്തി മുദ്രാവാക്യം വിളിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 54,000 കടന്നിരിക്കുന്നു. 54,218 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ നായകനായി പോകുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ 54,248 അത് കണ്ടിരിക്കെ 54,396 മാറിയിരിക്കുന്നു. 54,396 വോട്ടുകളുടെ ഭദ്രമായ ലീഡ് നില ഉറപ്പാക്കിയിരിക്കുന്നു. 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ, ഒരിക്കൽ പോലും ലീഡ് നില ഫൈസലിന് വിട്ടുകൊടുക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലും ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി UDF മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,60,000 അവരുടെ വോട്ട് നേട്ടം ഉയർന്നിരിക്കുന്നു. 54,800 അവരുടെ ലീഡ് നില എത്തിയിരിക്കുന്നു. 55,000 അടുക്കുന്നു ലീഡ് നില. 54,800 വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂർ 27 മിനിറ്റ് പിന്നിടുമ്പോൾ 54,800 വോട്ടുകൾക്ക് മുസ്ലിം ലീഗിന്റെ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാം സ്ഥാനത്തുള്ള അഡ്വക്കേറ്റ് MB ഫൈസലിന് LDFന്റെ സ്ഥാനാർത്ഥിക്ക് 1,06,094 വോട്ടുകളാണ് ഇപ്പോഴുള്ളത്. 1,61,665 വോട്ടുകൾക്കാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ലീഡ് നില പറയുകയാണെങ്കിൽ 55,000 കവിഞ്ഞിരിക്കുന്നു. 55,571 വോട്ടുകളാണ് അദ്ദേഹം ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നില. റഹീം എന്തു പറയുന്നു? LDFന്റെ യുവനേതാവ് റഹീം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചത്രൊരു നേട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ വരുന്ന കണക്കുകൾ പ്രകാരം സാധ്യമല്ല. മലപ്പുറത്ത് UDFന് അനുകൂലമായി, പ്രത്യേകിച്ചും ലീഗിന് അനുകൂലമായ ഒരു രാഷ്ട്രീയമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും അത് ചിലത് പ്രകടവുമായിരുന്നു. അതിലൊന്ന് സിമ്പതി വേവാണ്. ആ സിമ്പതി വേവുണ്ട്. പക്ഷേ 2 ലക്ഷത്തിലേക്ക് കടക്കുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു. തിരിച്ചു വരാം. കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി വിജയം ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുഞ്ഞാലിക്കുട്ടി. അല്ല, മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു. ഈ നില തുടർന്ന് പോവുകയാണെങ്കിൽ നല്ല ലീഡ് വരും, നല്ല വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. തുടക്കത്തിലോ അല്ലെങ്കിൽ ഈ വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് വരെ ഒരു ആശങ്ക നിലനിൽക്കുന്നതായിട്ടാണ് തോന്നിയിരുന്നത്. ആശങ്ക എന്നതിനെ വിളിക്കരുത്. നമ്മൾ തെരഞ്ഞെടുപ്പ് എപ്പോഴും ജനങ്ങളുടെ വിധിയാണ്. അത് മുൻകൂട്ടി പറയുന്നത് ശരിയല്ല എന്നുള്ള നിലക്കാണ് പറയാത്തത്. അത് കഴിയട്ടെ, ഇപ്പോഴും പറയുന്നില്ല. ഞാൻ എത്രയാണ് താങ്കൾ ഭൂരിപക്ഷം എത്ര എന്ന് ഞാനത് എൻ്റെ ഒരു ശീലമല്ല വലിയ ഭൂരിപക്ഷം ക്ലെയിം ചെയ്യുന്നത്. 2 ലക്ഷം കിട്ടുമോ 2 ലക്ഷം കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിക്കാറ്. ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല. വലിയ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDFനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. അവിടെ പോലും താങ്കളുടെ UDF മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മൊത്തം UDFന് അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത്. കൊണ്ടോട്ടിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു പഞ്ചായത്താണ്. അവിടെ അവർക്ക് ഉദ്ദേശിച്ച ലീഡ് വന്നില്ല. അവിടെ LDFന് ലീഡ് കിട്ടേണ്ട പഞ്ചായത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4,000 വോട്ട് അവർ ലീഡ് ചെയ്തു. അവിടെ അവരുടെ ലീഡ് പകുതിയായി കുറഞ്ഞു. ഇനി താങ്കൾ ഇന്നത്തെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഇന്നിപ്പോൾ തങ്ങളുടെ അടുക്ക പോകും. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് കൂടിയുള്ള പ്രവർത്തകന്മാരെ അഡ്രസ്സ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ. വലിയ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ 58,948 വോട്ടുകളുടെ ലീഡ് നില ഉറപ്പിച്ചിരിക്കുന്ന 1.5 മണിക്കൂർ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 58,948 വോട്ടുകളുടെ ലീഡ് ഉറപ്പിച്ചിരിക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന UDFന്റെ പ്രതിനിധി കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായ വാക്കുകളിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മറ്റൊരു വാക്കുകളിൽ അദ്ദേഹം ആവർത്തിക്കുന്നത്. നല്ല ഭൂരിപക്ഷം കിട്ടും, വലിയ ഭൂരിപക്ഷം കിട്ടും. അത് 2 ലക്ഷം കവിയുമോ, ഒരുപക്ഷെ അഹമ്മദിന്റെ 2 ലക്ഷം കവിയുമോ എന്നതുപോലുള്ള പ്രവചനങ്ങൾക്ക് താൻ മുമ്പും തയ്യാറല്ല, ഇപ്പോഴും തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ വിജയിയുടെ ശരീരഭാഷയോടെ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കുഞ്ഞാലിക്കുട്ടി നല്ല ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നു. അഹമ്മദിന്റെ ഭൂരിപക്ഷം മറികടക്കുമോ,
2 ലക്ഷത്തോളം എത്തുമോ? അല്ല, SDPIയുടെയും ഒക്കെ അസാന്നിധ്യത്തിൽ, വെൽഫെയർ പാർട്ടിയുടെയും അസാന്നിധ്യത്തിൽ 2.25 ലക്ഷത്തിന് തൊട്ട് താഴെ വരെ ഭൂരിപക്ഷം എത്തുമോ തുടങ്ങിയ രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് നേരത്തെയും കുഞ്ഞാലിക്കുട്ടി ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഉത്തരം അതിന് പറയുന്നില്ല. 59,000 അദ്ദേഹത്തിൻ്റെ ലീഡ് നില ഉയരുകയാണ്. 60,000 വോട്ടുകളോളം ലീഡ് നില കൈവരിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 59,894 വോട്ടുകൾ അദ്ദേഹം ഇതിനോടകം കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു. 1.25 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് നേട്ടം. കൃത്യമായി പറഞ്ഞാൽ 1,73,832 വോട്ടുകൾ അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു. 1,13,348 വോട്ടുകളുമായാണ് 2ാം സ്ഥാനത്തുള്ള ഫൈസൽ നിൽക്കുന്നത്. BJP 3ാം സ്ഥാനത്തുള്ള BJP 22,456, 4 ലക്ഷത്തോട് അടുക്കുന്നു ശ്രീപ്രകാശിൻ്റെ വോട്ട് നേട്ടം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി 60,000 മറികടന്നിരിക്കുന്നു ലീഡ് നില. 60,484 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. 61,000 അത് ഒരിക്കൽ കൂടി ഉയർന്നിരിക്കുന്നു. 61,745 വോട്ടുകൾക്ക് PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു. പച്ചക്കൊടികളുമേന്തി പച്ച ഉടുപ്പിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുദ്രാവാക്യം വിളിക്കുകയും ആകാംക്ഷയോടെ പുതിയ വിവരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുകയാണ്. 61,745 വോട്ടുകൾക്ക് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 61,000 കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. 1 മണിക്കൂർ 33 മിനിറ്റ് പിന്നിട്ട നിലയിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. 1 മണിക്കൂർ 33 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഒരിക്കൽ പോലും പിറകോട്ട് പോകാതെ സുസ്ഥിരമായ ലീഡ് ഉറപ്പിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഇതുവരെ എത്തിയത്. ഒരിക്കൽ മാത്രം ലീഡിൻ്റെ തോതിൽ ഒരു ഇടിവുണ്ടായിരുന്നു, പക്ഷെ അത് അതിവേഗം അതിജീവിച്ചു. അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ 1-2 മണ്ഡലങ്ങളിൽ മാത്രം ചില സമയത്ത് തിരിച്ചടി ഉണ്ടായിരുന്നു, അതും അതിജീവിച്ചു. ഇപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിലും 1ാം സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ലീഡ് നില 62,812 ഉയർന്നിരിക്കുന്നു. 62,812 ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വോട്ട് 1.25 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. 1,79,312 അദ്ദേഹത്തിൻ്റെ വോട്ട് നേട്ടം. 1,80,000 കവിഞ്ഞിരിക്കുന്നു. 1,80,934. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിവരം കിട്ടുന്നു. ഏതാണ്ട് 40% വോട്ടുകളും എണ്ണിത്തീർന്നിരിക്കുന്നു. ഏതാണ്ട് 40% വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ 63,644 വോട്ടുകളുടെ ഭൂരിപക്ഷം ആണ് അദ്ദേഹത്തിന് ഉള്ളത്. 63,644 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഒരുപക്ഷെ ഇനി ഈ ലീഡ് നില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമായി പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. MS കുമാറിൻ്റെയും റഹീമിൻ്റെയും റഹീമിൻ്റെയും ഹ്രസ്വ അഭിപ്രായങ്ങളിലേക്ക് ഇടയ്ക്ക് പോയിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായ ബാസുരേന്ദ്ര ബാബു ഉണ്ട്, പത്രപ്രവർത്തകനായ കിരൺ ബാബു ഉണ്ട് നമ്മളോടൊപ്പം. ബാസുരേന്ദ്ര ബാബു, എന്തു പറയുന്നു ഈ ഘട്ടത്തിൽ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഇപ്പോഴും എന്തെങ്കിലും നമുക്ക് തരുന്നുണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല ചന്ദ്രശേഖരൻ. നമുക്കറിയാം 2 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് അഹമ്മദ് ജയിച്ചത്. ഒപ്പം തന്നെ താങ്കൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് മാതിരി മുസ്ലിം കൺസോളിഡേഷൻ അവകാശപ്പെടുന്ന പാർട്ടികൾ, SDPI അടക്കമുള്ള പാർട്ടികൾ പുറകോട്ട് പോകുമ്പോൾ അവർ മത്സരിക്കാതിരിക്കുന്ന സമയത്ത് ഒരു 3/4 ലക്ഷം വോട്ട് അതിൻ്റെ ഭാഗം വെൽഫെയർ പാർട്ടിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ വോട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ 2.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം അരിത്തമെറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ലഭിക്കേണ്ട കുഞ്ഞാലിക്കുട്ടി അതിൻ്റെ ആദ്യ ഭാഗത്ത് 2 ലക്ഷം വോട്ടിലെ ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്നിപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്കറിയാവുന്നത് മാതിരി മുസ്ലിം ഭൂരിപക്ഷ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയാവുന്ന 2 മണ്ഡലങ്ങളെ ഇന്ത്യയിലുള്ളൂ. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മലപ്പുറത്താണ്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. അവിടെയുള്ള ന്യൂനപക്ഷ സംയോഗം അത് വാസ്തവത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് എതിരെ ഉരുത്തിരിയുന്ന ഒരു ഘടകവുമാണ്. BJP ആകട്ടെ അവരുടെ പഴയ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട്
പഴയ പരാജയങ്ങൾ ആവർത്തിക്കുന്നതിന് മാത്രം ശ്രദ്ധിക്കുകയേ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ബാക്കി രണ്ട് വിഭാഗങ്ങളും അതിശക്തമായ പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുകയും ചെയ്തു. അതിൻ്റെ ഫലം ഇരു കൂട്ടർക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാതിരി, ഇപ്പോഴുള്ള നിലവാരം പ്രതീക്ഷിക്കാവുന്നത് മാതിരി 2 ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി എത്താനുള്ള സാധ്യത ഇപ്പോഴും ഞാൻ കാണുന്നില്ല. കിരൺ, വളരെ പെട്ടെന്നൊരു പ്രതികരണത്തിലേക്ക്. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പോക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? എന്താണ് അതിൻ്റെ രാഷ്ട്രീയ അർത്ഥങ്ങൾ താങ്കൾ വായിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി എത്ര വോട്ട് നേടി വിജയിക്കും എന്നുള്ളത് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൻ്റെ ഫലം ഏറെക്കുറെ മുൻപ് തന്നെ പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നേടിയ 1.94 ലക്ഷത്തിൻ്റെ അഹമ്മദിൻ്റെ ഭൂരിപക്ഷം കടക്കാൻ കഴിയുമോ, അതോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നേടിയ 1.18 എന്ന് പറയുന്ന മുസ്ലിം ലീഗിനാകെ നേടിയ UDF-നാകെ നേടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം കടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂടുതൽ വോട്ട് നേടിയാൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണത്തിൻ്റെ വിലയിരുത്തലുകളും, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു എന്നുള്ളതിലേക്കും, അല്ലെങ്കിൽ ലീഗിന് കഴിഞ്ഞ അഹമ്മദിൻ്റെ സഹതാപ രംഗത്തിൽ നിന്നും, അല്ലെങ്കിൽ SDPI പോലെ പാർട്ടി, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, ഈ രണ്ട് പാർട്ടിയുടെയും ഏകദേശം 80,000-78,000 വോട്ട്, ഈ വോട്ടുകൾ കൂടി ചേരുമ്പോഴും ഈ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ലീഗിന് ഉദ്ദേശിച്ച നേട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് കാണാം. കിരൺ, തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട വിവരം, 65,000 കടന്നിരിക്കുന്നു. 67,000 കടന്നിരിക്കുന്നു. 67,307 വോട്ടുകളായി കുഞ്ഞാലിക്കുട്ടി ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 1,80,480 വോട്ടുകൾ. അതേപോലെ തന്നെ CPIM-ന്റെ വോട്ട് നേട്ടം 1,21,173. BJP-യുടെ വോട്ട് നേട്ടം 23,801. 67,537 വോട്ടായി ഇപ്പോൾ ലീഡ് നില മാറിയിരിക്കുന്നു. MS കുമാർ, എന്താണ് ഈ ഫലത്തിന്റെ അർത്ഥം? BJP-യുടെ പ്രകടനം എവിടം വരെ എത്തും? താങ്കളുടെ ഒരു BJP-യുടെ പ്രകടനം പ്രതീക്ഷിച്ചതുപോലെ എത്തിയിട്ടില്ല എന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം വരാനിരിക്കുന്ന ഒരു സഖ്യത്തിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ ക്യാമ്പ് കൂടിയായിരുന്നു മലപ്പുറം. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടമായ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. പരസ്പരം ആക്രമിക്കാതിരിക്കാൻ രണ്ട് മുന്നണികളും ശ്രദ്ധിച്ചു. ഇത് ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് പോലും ഈ സംസ്ഥാന ഭരണം വേണ്ടത്ര ചർച്ച ചെയ്യാൻ അവിടെ UDF-ൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ലീഗ് നേതാക്കന്മാർ തയ്യാറായില്ല. മറിച്ച് അവർ രണ്ട് കൂട്ടരും ഇതേതാണ്ട് BJP-ക്കെതിരായ ഒരു പോരാട്ടമായി ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പം നരേന്ദ്രമോദി മാത്രമല്ല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലും UP-യിലെ ജനങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ അറിയും. അത്രമാത്രം അതവിടെ ചർച്ച ചെയ്തു. BJP-ക്കെതിരായ ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ രണ്ട് മുന്നണി നേതാക്കന്മാരും ആവും വിധം ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം ആ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കണ്ടതാണ്. പരസ്പരം ആക്രമിക്കാതിരിക്കാനും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മഹാസഖ്യത്തിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. അത് ഈ റിസൾട്ടിലും പ്രതിഫലിക്കുന്നുണ്ട്. ഈ സുന്നി വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും, ചില തീവ്രവാദ സംഘടനകളുടെയൊക്കെ പിന്തുണ പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ട് പോലും വേണ്ടത്ര മുന്നേറ്റം നടത്താൻ LDF-ന് സാധിച്ചില്ല. പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, വള്ളിക്കുന്ന് പോലുള്ള അവരുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം കൂടിക്കോട്ടെ എന്നവർ വിചാരിച്ചിരുന്നു എന്ന് തന്നെയാണ്. ഫലം ഇപ്പോൾ ഭൂരിപക്ഷം 68,971 കുഞ്ഞാലിക്കുട്ടി ഉയർത്തിയിരിക്കുന്നു. 2 ലക്ഷത്തോട് അടുക്കുകയാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് നേട്ടം. 1,93,562 വോട്ടുകൾ അവർ സമാഹരിച്ചിരിക്കുന്നു. 1.25 ലക്ഷത്തോട് അടുക്കുകയാണ് LDF-ന്റെ വോട്ട് നേട്ടം. 1,24,591. BJP 1/4 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 24,581. ഇതാ 69,000 കടന്നിരിക്കുന്നു ലീഡ് നില. 69,174. MS കുമാർ ആവർത്തിച്ച് പറയുന്നു, ഒരു സഖ്യം, മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഒരു സഖ്യം രൂപപ്പെടുന്നു. അത് BJP-ക്കെതിരാണ്, അത് രഹസ്യ സഖ്യമാണ്. അതിനുള്ള ഒത്തുതീർപ്പ് അവിടെ നടന്നിരിക്കുന്നു. റഹീം, പ്രതികരണം. ഇത് വെറും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ BJP പറയുകയാണ്. BJP കുറേ കാലമായി എടുക്കുന്നൊരു ക്യാമ്പയിൻ കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിനെ പ്രീണിപ്പിക്കുകയും മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് നിൽക്കുന്നു എന്ന പ്രചരണമാണ് RSS താഴെ വീടുകളിൽ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് നിങ്ങളവരെ ആക്രമിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗത്തെ മാത്രമല്ലോ ഇപ്പോൾ ആക്രമിക്കുന്നത്, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനത്തെ നിങ്ങൾ ആക്രമിക്കുന്നില്ല. അപ്പോൾ അതിനെതിരെയും ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ബീഫ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉയർത്തുമ്പോൾ അതെല്ലാം ന്യൂനപക്ഷവുമായി കൂട്ടിക്കെട്ടി പറയുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനൊരു സഖ്യമുണ്ട് എന്ന് പ്രചരണത്തിലൂടെ വരുത്തി തീർത്താൽ അത് BJP-ക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ്. അത് നടക്കാൻ പോകുന്നില്ല. BJP പറയേണ്ടത് ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJP സമീപകാലത്ത് കേരളത്തിൽ
പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതാവിനെ, ദേശീയ നേതാവിനെ നിർത്തി മത്സരിപ്പിക്കുന്ന പതിവാണ് ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര ആരെയാണ് കൊണ്ടുവന്നത്? അരുവിക്കര ആരും പ്രതീക്ഷിക്കായിരുന്നു ഇപ്പോൾ ആരെയാണ് കൊണ്ടുവന്നത്? എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തി പരീക്ഷിക്കുന്ന പതിവാണുള്ളത്. ഇപ്പോൾ അരുവിക്കര മണ്ഡലത്തിൽ നേരത്തെ മികച്ച നേട്ടം BJPയെ സംബന്ധിച്ച് നേരത്തെ പറയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരെയൊന്നും നിർത്തിയില്ലല്ലോ. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട മറ്റു പല നേതാക്കളുണ്ടല്ലോ. എന്തിനാ രാജഗോപാലിനെ കൊണ്ടുവന്നേ? അപ്പോൾ ഒരു ലാസ്റ്റ് കാർഡ് എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ഒരു തന്ത്രമായിരുന്നു. തിരിച്ചു വരാം. ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് ഇപ്പോൾ 70,000 കടന്നിരിക്കുന്നു. 70,434 അത് മാറിയിരിക്കുന്നു. 70,951 കണ്ടിരിക്കെ തന്നെ മാറിയിരിക്കുന്നു. 2 ലക്ഷത്തോട് അടുക്കുന്നു വോട്ട് നേട്ടം. 1,99,729 വോട്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക്. 2 ലക്ഷം കവിഞ്ഞു. 2 ലക്ഷത്തിലേറെ വോട്ടുകൾ ആയിരിക്കുന്നു. 71,567 വോട്ടുകൾ. ലീഡ് 71,000 കടന്നിരിക്കുന്നു. കിരൺ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം ഉറപ്പായിരിക്കുന്നു. അദ്ദേഹത്തിന് പഴയ അഹമ്മദിന്റെ ലീഡ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഒക്കെ ഉള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ ചേരികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് വിശകലനത്തെ ചൊല്ലി പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരള കൗമുദിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കൂടിയായ താങ്കൾ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്തു പറയുന്നു? ഈ ഘട്ടത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ BJP പ്രധാനമായി ഉന്നയിച്ച ആരോപണം സൗഹൃദ മത്സരം എന്നുള്ളതാണ്. ആ ആരോപണം യഥാർത്ഥത്തിൽ അങ്ങനെ ഇതിന് ഒരു പരിധിവരെയെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചേനെ. സ്വാഭാവികമായും അവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തൊരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഒരു വോട്ട് ഷെയർ BJPയെ സംബന്ധിച്ച് വർദ്ധിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. ഇപ്പോഴാകെ ഏകദേശം 3 വോട്ടിൽ കൂടുതൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ 25,000 വോട്ടിൽ മാത്രം നിൽക്കുകയാണ് BJPയുടേത്. BJPയുടെ തന്നെ പ്രതീക്ഷ എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മേളിൽ അവരുടെ വോട്ട് പോകും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു 2 മുന്നണികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ മുന്നണികൾ തമ്മിൽ ധാരണയിലാണ് എന്നുള്ള മട്ടിലുള്ള ഒരു പ്രചരണം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ വോട്ട് ഷെയറിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കിരൺ, ഒരുപക്ഷെ വോട്ട് ഷെയർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിയമസഭ തിരിച്ചുള്ള ഇതാണ്. ഇത് ഏതാണ്ട് പകുതിയോളം വോട്ടുകൾ എണ്ണിത്തീർന്ന ഒരു ഘട്ടത്തിൽ ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് എന്തെങ്കിലും വായിക്കാനുണ്ടോ? 16,448 മലപ്പുറത്ത്, അതൊരു അസാധാരണ മണ്ഡലമാണ്. പക്ഷെ വേങ്ങരയിൽ 17,456. മറ്റുള്ളിടത്ത് എല്ലാം ഇപ്പോൾ 10,000-ൽ കുറവും 5,000-ൽ കുറവ് പോലും ഉള്ള പ്രവണതകൾ കാണുന്നു. പെരിന്തൽമണ്ണ കുറയുന്നൊരു മണ്ഡലമാണ് എന്ന് നമുക്കറിയാം. മറ്റെല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000-ലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. ഈ ഇതുകൂടി വെച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കിരൺ? ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷത്തിന്റെ ചില മണ്ഡലങ്ങളിലെ കുറവ് വെച്ച് മാത്രം ആകെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനെ UDFന്റെ ഒരു പിന്നോട്ട് പോക്കായോ അതിനെ കാണാൻ കഴിയില്ല. അതിനുള്ള സമയമായിട്ടില്ല. ഇനിയും പകുതിയിലേറെ വോട്ട് എണ്ണാൻ ഇരിക്കുകയാണ്. വാസുരേന്ദ്ര ബാബു, താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? അല്ല, അതിനകത്ത് ആ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ശ്രീ കിരൺ പറഞ്ഞതുമാതിരി അതേ സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനത്തിനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ 7 മണ്ഡലങ്ങളുടെയും വ്യത്യസ്തതകൾ പരിശോധിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ഇപ്പോൾ നേരത്തെ മലപ്പുറത്തുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പം വളരെ വ്യത്യാസം മറ്റ് ഈ സെഗ്മെൻറ്റുകളിൽ വരുന്നത് കൃത്യമായും ഒരു അന്തർഗതത്തിൻ്റെ പ്രകാശനം തന്നെയാണ്. അതങ്ങനെയല്ല എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിലും നമുക്ക് അതിൻ്റെ മുഴുവൻ റിസൾട്ട് കാത്തിരിക്കാം. ഇപ്പോൾ ഇതാ പുതിയ വിവരം, 75,000 കവിഞ്ഞിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. ലീഡ് 76,311 വോട്ടുകൾ അദ്ദേഹം കൂടുതലായി നേടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വോട്ട് നേട്ടം 2,10,968 ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ LDFന്റെ വോട്ട് നേട്ടം 1,34,657. BJP 25,000 കഴിഞ്ഞിരിക്കുന്നു. 4 ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കുന്നു. 25,953. MS കുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം പലയിടത്തായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. 2 മുന്നണികൾ തമ്മിൽ ഒത്തുതീർപ്പിന്റെ രീതിയിൽ മുന്നോട്ട് പോയി എന്ന് ഇപ്പോൾ പകുതിയിൽ താഴെ വോട്ടുകളെ എണ്ണിയിട്ടുള്ളൂ എങ്കിൽ പോലും ഈ ഫലം 2,12,000 ഒരു കൂട്ടർക്കും 1,35,000 രണ്ടാമത്തെ കൂട്ടർക്കും നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഒത്തുതീർപ്പ് ആരോപിക്കാനാവില്ല എന്ന നിരീക്ഷണം പൊന്തി വന്നിരിക്കുന്നു. കുമാറിനെ പ്രതികരിക്കാം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേള ശ്രദ്ധിച്ചില്ലാത്തതുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. ആ പ്രചരണത്തിൽ ഉടനീളം നടന്നത് എന്താ? ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ കോടിയേരി ബാലകൃഷ്ണനല്ലേ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന്? അത് UDF നേതാക്കന്മാരോ BJPയോ പറഞ്ഞതല്ലല്ലോ.
ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ട് പോലും ആ നിലയ്ക്ക് അതിനെ ഏറ്റെടുത്ത് ഈ ഭരണത്തിനെതിരെ പ്രചരണം നടത്താൻ മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും UDF മൊത്തത്തിലും തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമല്ലേ. അവരവിടെ ആക്രമിച്ചത് മുഴുവൻ BJPയുടെ നയങ്ങളെയാണ്. കേരള സംസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലാണ് എന്നുള്ള വസ്തുത പോലും വിസ്മരിച്ചുകൊണ്ടാണ് അവിടെ പ്രചരണങ്ങൾ നടന്നത്. അതുപോലെ LDFനെ ഒരു തരത്തിലും ആക്രമിക്കാതിരിക്കാൻ, അവരുടെ നയങ്ങളെ വിമർശിക്കാതിരിക്കാൻ മുസ്ലിം ലീഗ് ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു പരസ്പര ധാരണയിൽ നടന്നൊരു മത്സരമാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രചരണ രംഗത്തിൽ ഉടനീളം കണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, ശക്തനായ സ്ഥാനാർത്ഥിയാണ് LDF നിർത്തിയെന്നൂടെ ആരോ പറയും. എന്ത് ശക്തനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്? LDFന് ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടേണ്ട വോട്ട് ഇതാണ്. SDP സുന്നി വിഭാഗത്തിൻ്റെ സജീവമായ പിന്തുണ അവർക്കുണ്ടായിരുന്നു. ചില തീവ്രവാദ മുസ്ലിം സംഘടനകൾ പരസ്യമായി തന്നെ LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ആ വോട്ട് ഷെയർ നേടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചോട്ടെ, അദ്ദേഹം ഡൽഹിയിലെത്തി അവരാഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന ഒരു BJP വിരുദ്ധ സഖ്യത്തിൻ്റെ നേതാവായിക്കോട്ടെ എന്ന മനോഭാവം അവർക്കുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 78,000 കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം, UDF സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 78,000 കടന്നിരിക്കുന്നു. 78,000 കടന്നിരിക്കുന്നു. ആണോ കിരൺ ബാബു? കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കിരൺ ബാബു കൂടി ചേരുകയാണ്. ആണോ കിരൺ ബാബു? അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് കോടിയേരി പറഞ്ഞതിനെ ആ ഘട്ടത്തിലെ രാഷ്ട്രീയ പോരിൻ്റെ ഭാഗം എന്നതിനപ്പുറത്തേക്ക് അടർത്തിയെടുത്ത് ഈ സാഹചര്യത്തിൽ ലീഗിൻ്റെ ഉറച്ച കോട്ടയായ മലപ്പുറത്ത് വിള്ളലുണ്ടാക്കാൻ കഴിയാതെ പോയ LDF സ്ഥാനാർത്ഥിയുടെ പരാജയം സംസ്ഥാന സർക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ കിരൺ ബാബു? ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലോ മാത്രമല്ല. മലപ്പുറം എന്ന് പറയുന്നത് സ്വാഭാവികമായും പൊളിറ്റിക്കലായി മുൻപ് തന്നെ ഒരു സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. കേരള സർക്കാരിൻ്റെ സ്വാഭാവികമായും ഈ കഴിഞ്ഞ 10-11 മാസത്തെ ഭരണത്തിൻ്റെ ചെറിയ വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇതിലേറെ ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ മലപ്പുറം പോലുള്ള മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനിക്കുന്നത് മോദി നടപ്പാക്കുന്ന നയങ്ങളുമാണ്. ആ നയങ്ങളോട് അവിടുത്തെ ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെതിരായ ഒരു വിലയിരുത്തൽ വേണോ, അതിന് ആരാണ്, ഏത് മുന്നണിയാണ് അവർക്ക് അനുയോജ്യമായ സ്ഥാനാർത്ഥി, ഏത് മുന്നണിയെ വിജയിപ്പിച്ചാലാണ് ഇതിനെതിരെ ഒരു വിധി എഴുതാൻ കഴിയുന്നത്, അവിടെ അവർ കൂടുതൽ അനുയോജ്യമായി കണ്ടത് കുഞ്ഞാലിക്കുട്ടിയാണ്, അല്ലെങ്കിൽ അവിടെ കൂടുതൽ അനുയോജ്യമായി കണ്ടത് UDFനെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മലപ്പുറത്തെ ജനങ്ങൾ ഇത്തരമൊരു BJPക്കെതിരായ ഒരു പോരാട്ടത്തിൽ MS കുമാർ തന്നെ പറഞ്ഞു, അവിടെ രണ്ട് മുന്നണികളും പ്രധാനമായി ഉന്നയിച്ചത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മുന്നണികൾ ഉന്നയിച്ചത് BJPക്കെതിരായ കേന്ദ്ര സർക്കാരിനെതിരായ നയങ്ങളാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ നിലപാടുകളാണ്. ഞങ്ങളാണ് കൂടുതൽ കരുത്തോടുകൂടി കേന്ദ്ര സർക്കാരിനെ നേരിടുന്ന അത്തരം ഒരു മത്സരത്തിലേക്കാണ് രണ്ട് മുന്നണികളും തയ്യാറായത്. ആ മുന്നണികൾ രണ്ടും ആ തരത്തിലേക്കാണ് വോട്ടിൻ്റെ ഷെയറും അവിടെ നിന്ന് ഇപ്പോൾ വന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. BJPക്ക് ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP പ്രതീക്ഷിച്ച ഒരു വോട്ടിൻ്റെ മുന്നേറ്റത്തിലേക്ക് ഏകദേശം ഇപ്പോഴും 27,000 അടുത്ത വോട്ട് മാത്രമേ എത്തിയിട്ടുള്ളൂ. 1/3 വോട്ട്, ഏകദേശം 40-45% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴും ഈ വോട്ട് ഷെയറിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. നമുക്ക് UDFനെ സംബന്ധിച്ച് ഏറ്റവും മെച്ചപ്പെട്ടൊരു ഘടകം UDFന് ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അവിടുത്തെ വ്യത്യസ്ത മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് അദ്ദേഹവുമായ ഒരു ലൈസണുള്ള നേതാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ശക്തമായൊരു വിരോധമില്ല. അദ്ദേഹം ഇത്തരം മുഴുവൻ ഗ്രൂപ്പുകളുമായും യോജിച്ച് നിൽക്കുന്നതും അവരുടെ തീവ്രവാദി ഗ്രൂപ്പുകളായാലും മിതവാദി ഗ്രൂപ്പുകളായാലും അവർക്കെല്ലാം സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. അതാണ് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, കോൺഗ്രസ് സാധാരണഗതിയിൽ മലപ്പുറത്ത് അതിശക്തമായ ഒരു പ്രവർത്തനത്തിലേക്ക് വരാൻ സാധാരണഗതിയിൽ തയ്യാറാവാറില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി BJPക്ക് വോട്ട് കൂടിയാൽ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ വോട്ടാണ് BJPയിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ആരോപണം വരും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ, MM ഹസൻ അടക്കമുള്ള നേതാക്കൾ അവിടെ തന്നെ തമ്പടിച്ചുകൊണ്ട് വിജയം സുനിശ്ചിതമായ ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രവർത്തനം നടത്തി. അതിൻ്റെ ഒരു ഫലം കൂടി UDFൻ്റെ ആകെ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു ഫലസൂചനകളിൽ നിന്ന്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ഒരു വലിയ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും PM സുരേഷ് ബാബു കൂടി ചേരുമ്പോൾ, ശ്രീ സുരേഷ് ബാബു, അതായത് SDPIയും വെൽഫെയർ പാർട്ടിയും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചില്ല. കഴിഞ്ഞ തവണ അവർ രണ്ടും കൂടി ചേർന്ന് ഏതാണ്ട് 80,000-നകത്ത് വോട്ട് മേടിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് എവിടെ? ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ 82,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള സംശയത്തിൻ്റെ ആരോപണങ്ങൾക്ക് കഴമ്പ് പരിശോധിക്കാമോ സുരേഷ് ബാബു? തീർച്ചയായും സുരേഷ് ബാബുവിലേക്ക് എത്തുന്നതിന് മുമ്പ് സജി ജോസഫിലേക്ക് തന്നെ. സജി ജോസഫ്, ഈ ചോദ്യത്തിന് ഉത്തരം താങ്കൾക്ക് കൂടി പറയാം.
ഒരുപക്ഷെ SDPI-യെയും വെൽഫെയർ പാർട്ടിയെയും പോലെ ന്യൂനപക്ഷ വർഗീയ തീവ്രത മുന്നോട്ട് പിടിക്കുന്ന പാർട്ടികൾ ഈ ഘട്ടത്തിൽ ഇലക്ഷനിൽ മത്സരിക്കാതിരുന്നപ്പോൾ തന്നെ ഉയർന്ന ഒരു ആരോപണം, അതൊരു പക്ഷേ 83,000 വോട്ടിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഉയരുമ്പോൾ അതെങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്? ആ ആരോപണത്തിനുള്ള മറുപടി സജി ജോസഫ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ നേരത്തെ UDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ച ഒരു വിജയത്തിലേക്കാണ് UDF നടന്നെടുക്കുന്നത്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ലീഡ് നില പരിശോധിക്കുമ്പോൾ വളരെ കംഫോർട്ടബിളായിട്ടുള്ള മികച്ച ഒരു വിജയം UDF കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് അവകാശപ്പെട്ട CPM-ഉം അതുപോലെ തന്നെ 6 ഇരട്ടി വോട്ടുകൾ നേടുമെന്ന് പറഞ്ഞ BJP-യും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് അത് താൽക്കാലികമായിട്ട് ഇതിൽ നിന്നും യഥാർത്ഥ കാരണങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. UDF-ന് വളരെ കംഫോർട്ടബിളായിട്ടുള്ള മണ്ഡലമാണ് മലപ്പുറം, അത് ശരി തന്നെ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന നിലയിൽ നാം കാണുന്നത് അവസാന തെരഞ്ഞെടുപ്പ് നടന്ന, അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,18,000 വോട്ടിൻ്റെ ലീഡാണ് മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിലുള്ള എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും. തീർച്ചയായും 50% വോട്ടാണ് ഇപ്പോൾ എണ്ണി തീർന്നിരിക്കുന്നത്. 50% വോട്ടെണ്ണി തീരുമ്പോൾ 86,070 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥിക്കുള്ളത്, ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്. ശ്രീ A. റഹീം, അങ്ങനെയാണോ ഈ ഘട്ടത്തിൽ വിജയപ്രതീക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് UDF സ്ഥാനാർത്ഥി നേടുന്ന ഒരു ഘട്ടം? ആ ഘട്ടത്തിൽ വെറുതെ പറയാം അത് എന്നതിനപ്പുറത്തേക്ക് വെൽഫെയർ പാർട്ടിയുടെയും SDPI-യുടെയും റോള്? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, UDF-ന് അനുകൂലമാക്കാൻ കഴിയുന്ന ഒരുപാട് രാഷ്ട്രീയ ഘടകങ്ങൾ. ഒന്ന്, നേരത്തെ ശ്രീ കിരൺ ബാബു സൂചിപ്പിച്ച പോലെ പണ്ട് മുതൽക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ മലപ്പുറം എന്ന് പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയ ഘടകങ്ങൾ പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ്. അത് UDF-നും ലീഗിനും അനുകൂലമാണ്. ലീഗിന് അങ്ങനെ എവിടെയെങ്കിലും ഇന്ത്യയിൽ ഒരു മണ്ഡലം, നേരത്തെ ഭാസ്കരേന്ദ്രബാബു സാറും സൂചിപ്പിച്ചു, അത് മലപ്പുറമാണ്. ബട്ട് അതിന് പുറമെയാണ് പ്ലസ്സായിട്ട് അവർക്ക് ഇതിൽ 2 ഘടകങ്ങൾ അധികമായി കിട്ടിയത്. ഒന്ന്, പോപ്പുലർ ഫ്രണ്ട്, അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുടെ പിന്തുണ. രണ്ടാമത് മറ്റൊന്ന് കിട്ടിയിരിക്കുന്നത് ഒരു സിമ്പതി വേവ്. പെട്ടെന്നാണ് ശ്രീ അഹമ്മദ് സാഹിബ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അധിക കാലം കഴിയാതെ തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒരു സിമ്പതി വേവ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന അവർക്ക് എടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്ന വളരെ കാലമായി ഇവിടെ രാഷ്ട്രീയ അനുഭവ സമ്പത്തും പരിചയവുമുള്ള ഒരു സ്ഥാനാർത്ഥിയുമുണ്ട്. ഈ ഘടകങ്ങളൊക്കെ കിട്ടിയിട്ടും അതിൻ്റെ റിസൾട്ട് ഇതിനകത്ത് വരുന്നുണ്ടോ? ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ച് അത് വരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി ഇപ്പോഴും നല്ല ആധിപത്യം പുലർത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. മറ്റൊന്ന്, ശ്രീ MS കുമാർ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ആരോപിച്ചു, ഇപ്പോഴും അദ്ദേഹം ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തമ്മിലൊരു സൗഹൃദ മത്സരമുണ്ടായി എന്നാണ്. അദ്ദേഹം വളരെ ബോധപൂർവം ഇതിനകത്ത് അദ്ദേഹത്തിന് അവസരം കിട്ടിയ 2 സന്ദർഭത്തിലും പറഞ്ഞത് ചില ന്യൂനപക്ഷ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പിന്തുണ LDF-ന് കിട്ടിയെന്നാണ്. UDF-ഉം BJP-യും തമ്മിലുള്ള ലൈസിൻ്റെ തെളിവ് കൂടിയാണത്. കാരണം വളരെ പ്രകടമായി പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയെല്ലാം പിന്തുണച്ചത് UDF-നാണ് എന്ന് കൊച്ചു കുഞ്ഞിന് പോലും അറിയാമെന്നിരിക്കലും ശ്രീ MS കുമാർ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഞങ്ങൾക്ക് ആരോ പിന്തുണ നൽകിയതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഏത് തീവ്രവാദ സംഘടനയാണ് പിന്തുണ നൽകിയത്? പിന്നെ സുന്നി വിഭാഗത്തിൻ്റെതാണ്. സുന്നി വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നവരാണ്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പലപ്പോഴും പിന്തുണച്ചിട്ടുള്ളവരാണ്. അവരങ്ങനെ ഏതെങ്കിലും തീവ്രവാദ കാറ്റഗറിയിൽ ആരെങ്കിലും പെടുത്തും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പരസ്യമായി UDF-ന് പിന്തുണ കൊടുത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചപ്പോഴും ഇപ്പോഴും UDF-ന് ആക്ഷേപമേൽക്കാതെ ആ ഭാരം LDF-ൻ്റെ മുകളിൽ കെട്ടിവയ്ക്കാൻ BJP ശ്രമിക്കുന്നത് BJP-ക്ക് UDF-നോടുള്ള ആ കൊടുക്കൽ വാങ്ങൽ ഇപ്പോഴും ആ കരാർ അവസാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ശ്രീപ്രകാശിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തോ? അവർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. കേരളത്തിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സമീപകാലത്ത് വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഒരു 18ാമത്തെ അടവെടുത്ത് കളിക്കലായിരുന്നു BJP-യുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം.
അതിലവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അതായത് ശരിയാണ് റഹീം പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 50% വോട്ട് ഇ അഹമ്മദിനെ എണ്ണിക്കഴിയുമ്പോൾ 1 ലക്ഷത്തിന് മേളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു UDF സ്ഥാനാർത്ഥിക്ക്. പക്ഷേ ഇവിടെ 86,000 മാത്രമേ കുഞ്ഞാലിക്കുട്ടിക്കുള്ളൂ എന്നത് ഒരു പക്ഷേ റഹീം LDF ഉയർത്തുന്ന ആരോപണത്തിന് ചെറിയ ബലം നൽകും. അത് നിരസിക്കാനാകില്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാം. 2 ലക്ഷത്തി അതായത് ഭൂരിപക്ഷം 89,771 കുഞ്ഞാലിക്കുട്ടിക്ക് UDF സ്ഥാനാർത്ഥിക്കുള്ളത്. 2,39,790 കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്. 1,50,214 വോട്ടാണ് MB ഫൈസലിനുള്ളത്.